ഹലോ എവരി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോണോഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ് പഠിച്ചല്ലേ. അതായത് മെന്റൽസ് എക്സ്പെരിമെന്റ്സിലെ ഫസ്റ്റ് വൺ മോണോഹൈബ്രിഡ് ക്രോസ്. അതെന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ബേസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ആണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. അതായത് മെന്റൽ സെക്കൻഡ് എക്സ്പെരിമെന്റ്. മെന്റൽ രണ്ടാമത് നടത്തിയ എക്സ്പെരിമെന്റിനെ വിളിക്കുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. അതായത് ഇത് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ബേസ്ഡ് ഓൺ 2 ക്യാരക്ടേഴ്സ്. അതായത് 2 സ്വഭാവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ വർഗസങ്കരണ പരീക്ഷണത്തെ വിളിക്കുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. അതായത് ഇപ്പൊ 2 ക്യാരക്ടേഴ്സ്, അതായത് ഒരു പ്ലാന്റിന്റെ 2 ക്യാരക്ടേഴ്സ് ബേസ് ചെയ്യുമ്പോൾ അതിനകത്തിൽ എത്ര കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് അല്ലെങ്കിൽ എത്ര വിപരീത ഗുണങ്ങൾ വരും? 4 വിപരീത ഗുണങ്ങൾ വരും ഇല്ലേ? അങ്ങനെ ഒരു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് 2 ക്യാരക്ടേഴ്സ്, അതായത് 2 സ്വഭാവങ്ങൾ അല്ലെങ്കിൽ 2 പേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്, 2 ജോഡി വിപരീത ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് ഒരേ പ്ലാന്റിന്റെ തന്നെ 2 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 2 സ്വഭാവങ്ങൾ അദ്ദേഹം പരിഗണിച്ചു. അപ്പൊ 2 സ്വഭാവങ്ങൾ പരിഗണിക്കുമ്പോൾ എത്ര കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്, എത്ര വിപരീത ഗുണങ്ങൾ കിട്ടും? 4 വിപരീത ഗുണങ്ങൾ അല്ലെങ്കിൽ 2 ജോഡി വിപരീത ഗുണങ്ങൾ കിട്ടും. അപ്പൊ ഇങ്ങനെ 2 പേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിനെ വിളിക്കുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് പേരന്റൽ പ്ലാന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ മാതൃസസ്യങ്ങളായിട്ട് അദ്ദേഹം എടുത്തത് ടോൾ പ്ലാന്റ്സ് വിത്ത് റൗണ്ട് സീഡ്സ്, അതായത് ഉയരം കൂടിയ ചെടികൾ ഉരുണ്ട വിത്തോട് കൂടിയത്. അതുപോലെ തന്നെ ഡ്വാർഫ് പ്ലാന്റ്സ് വിത്ത് റിങ്കിൾഡ് സീഡ്സ്, ഉയരം കുറഞ്ഞ ചെടിയും റിങ്കിൾഡ് സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചുളുങ്ങിയ വിത്തോട് കൂടിയതാണ്. അതായത് ഉയരം കുറഞ്ഞ ചെടി ചുളുങ്ങിയ വിത്തോട് കൂടിയത്. അപ്പൊ ഇങ്ങനെ 2 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 2 സ്വഭാവങ്ങൾ എടുത്തു. അതായത് പ്ലാന്റിന്റെ ഹൈറ്റും എടുത്തു, അതുപോലെ തന്നെ സീഡിന്റെ ഷേപ്പും. അങ്ങനെ 2 സ്വഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പരീക്ഷണമാണ് അദ്ദേഹം രണ്ടാമത് നടത്തിയത്. അതിനെ വിളിക്കുന്ന പേര് ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പൊ ഇവിടെ പേരന്റൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ മാതൃസസ്യങ്ങളായിട്ട് എടുത്തത് ഏതിനെയൊക്കെയാണ്? ടോൾ പ്ലാന്റ്സ് വിത്ത് റൗണ്ട് സീഡ്സ്, അതായത് ഉയരം കൂടിയ ചെടികൾ ഉരുണ്ട വിത്തോട് കൂടിയത്. ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്സ്, ഉയരം കുറഞ്ഞ ചെടി ചുളുങ്ങിയ വിത്തോട് കൂടിയത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ട്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് ഇല്ലേ? അപ്പൊ ടോളിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? ക്യാപിറ്റൽ ടി. ഇനി റൗണ്ട് സീഡ്സിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ആർ. അങ്ങനെയാണെങ്കിൽ ഡാർഫിനെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? സ്മോൾ ടി. അതുപോലെ തന്നെ റിങ്കിൾഡ് സീഡ്സിനെ സ്മോൾ ആർ വെച്ചും സൂചിപ്പിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് ഇതെന്താണ്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മെന്റൽ പറഞ്ഞു ട്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഫാക്ടേഴ്സിനെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇല്ലേ? ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ടോൾ പ്ലാന്റ്സ് വിത്ത് റൗണ്ട് സീഡ്സിനെ എങ്ങനെ സൂചിപ്പിക്കും? ക്യാപിറ്റൽ ടി. ക്യാപിറ്റൽ ആർ. ഇനി ഡാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്സിനെ എങ്ങനെ സൂചിപ്പിക്കുന്നു? സ്മോൾ ടി. സ്മോൾ ആർ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സിൽ എന്ത് ഫോം ചെയ്യുന്നു? ഗമേറ്റ്സ് അല്ലെങ്കിൽ ബീജകോശങ്ങൾ ഇല്ലേ? അപ്പൊ അങ്ങനെ ബീജകോശങ്ങൾ അല്ലെങ്കിൽ ഗമേറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ഒരു ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് ഗമേറ്റിലേക്ക് പോകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ടോൾ എന്ന് പറയുന്ന ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ക്യാപിറ്റൽ ടി. അത് 2 സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഫാക്ടർ മാത്രം എവിടോട്ട് പോകും? ഗമേറ്റിലേക്ക്. അപ്പൊ ഒരു ക്യാപിറ്റൽ ടി വന്നു. അതുപോലെ തന്നെ റൗണ്ടിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അത് 2 സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരെണ്ണം വരും അല്ലെ? അപ്പം ഇവിടെ ഉണ്ടായ ഗമേറ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഇനി അതുപോലെ തന്നെ ഡാർക്ക് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്സിൽ നിന്നും എങ്ങനെയൊക്കെ ആയിരിക്കും? സ്മോൾ ടിയിൽ നിന്ന് ഒരു സ്മോൾ ടി, അതുപോലെ തന്നെ സ്മോൾ ആറിൽ നിന്ന് ഒരു സ്മോൾ ആർ. അപ്പൊ ഇവിടെയുള്ള ഗമേറ്റ് എങ്ങനെയായിരിക്കും? ഏതൊക്കെ ഫാക്ടേഴ്സ് കാണും? സ്മോൾ ടി, സ്മോൾ ആർ. ഇവിടെ ഉള്ളതോ? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഇനി ഈ ഗമേറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേര് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം. അതിന്റെ ഫലമായിട്ട് ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ 1ാമത്തെ തലമുറ കിട്ടും ഇല്ലേ? അപ്പൊ 1ാമത്തെ തലമുറയിൽ അദ്ദേഹത്തിന് കിട്ടിയ പ്ലാന്റ്സ് എല്ലാം ടോൾ പ്ലാന്റ്സ് വിത്ത് റൗണ്ട് സീഡ്സ് ആയിരുന്നു. അതായത് ഉയരം കൂടിയ ചെടി ഉരുണ്ട വിത്തോട് കൂടിയതാണ്. അപ്പൊ അതിനകത്തിലുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഇവിടെ ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്, ഇവിടെ ഒരു സ്മോൾ ടി ഇല്ലേ? ഇപ്പൊ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, അതുപോലെ തന്നെ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അപ്പൊ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ്സ് എല്ലാം എങ്ങനെയായിരുന്നു? ഉയരം കൂടിയതും ഉരുണ്ട വിത്തോട് കൂടിയതുമാണ് ഇല്ലേ? ടോൾ പ്ലാന്റ്സ് വിത്ത് റൗണ്ട് സീഡ്സ്. അപ്പൊ അതിന്റെ ഫാക്ടേഴ്സ് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് ഡാർക്ക് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്സ് ഒന്നും വന്നിട്ടില്ല. വേറെ ഒരു ക്യാരക്ടേഴ്സ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നുമില്ല ഇല്ലേ? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയതിനെ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണത്തിന് വിധേയമാക്കി. അതായത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അതായത് സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്ലാന്റിൽ നടക്കുന്ന പോളിനേഷൻ ആണ്.
അപ്പൊ സെൽഫ് പോളിനേഷൻ നടത്തുമ്പോൾ ഇവിടെയും എന്ത് കിട്ടും? ഇവിടെയും ഗമേറ്റ് ഫോം ചെയ്യും അല്ലെ. അപ്പൊ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആറിൽ നിന്ന് ഫോം ചെയ്ത ഗമേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്, ക്യാപിറ്റൽ ആർ ഉണ്ട്, സ്മോൾ ആർ ഉണ്ട് അല്ലെ. അപ്പൊ ഗമേറ്റ് ഫോം ചെയ്യുമ്പോൾ ഓരോ ട്രേറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഫാക്ടർ വീതമാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ വരാം, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഉള്ള ഗമേറ്റ് വരാം, ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഉള്ള ഗമേറ്റ് വരാം, അതുപോലെ തന്നെ സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഉള്ള ഗമേറ്റ് വരാം, സ്മോൾ ടി സ്മോൾ ആർ ഉള്ള ഗമേറ്റ് വരാം. അതുപോലെ തന്നെ ഇവിടെയും എന്തൊക്കെ കിട്ടാം? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഉള്ള ഗമേറ്റ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അതായത് ഒരു ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഇല്ലേ, ആ രണ്ട് ഫാക്ടറിൽ ഒരെണ്ണം മാത്രമാണ് ഇവിടേക്ക് പോകുന്നത്, ഗമേറ്റിലേക്ക്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മളിവിടെ ടിയും ആറും കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ടോൾ എന്ന് പറയുന്ന ഒരു ട്രേറ്റും അതുപോലെ തന്നെ റൗണ്ടും, അതായത് നമുക്കറിയാം രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ട്രേറ്റിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് എവിടേക്ക് പോകണം? ഗമേറ്റ്സിലേക്ക് പോകണം. അപ്പൊ നമ്മളിവിടെ ടോളിനെയും അതുപോലെ തന്നെ റൗണ്ടിനെയും സൂചിപ്പിക്കുന്ന എല്ലാ ഫാക്ടേഴ്സും, ടോൾ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടിയും വരുന്നുണ്ട്, അതിന്റെ കൂടെ ഏതുമുണ്ട്? സ്മോൾ ടിയും ഉണ്ട് ഇല്ലേ. അപ്പൊ അതിൽ നിന്നുള്ള ഗമേറ്റും ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പോസിബിലിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? ഇവിടെ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണമാണ് നടത്തുന്നത് ഇല്ലേ. അപ്പൊ ഓരോന്നിൽ നിന്നും ഉണ്ടായ ഗമേറ്റ്സ് എഴുതി. മൊത്തത്തിൽ എത്ര ഗമേറ്റ് ഉണ്ടായി? മെയിൽ ഗമേറ്റ്സ് 4 അതുപോലെ തന്നെ ഫീമെയിൽ ഗമേറ്റ്സും 4. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഫെർട്ടിലൈസേഷൻ നടക്കണം ഇല്ലേ, അല്ലെങ്കിൽ ബീജ സംയോഗം നടക്കണം. നടക്കുമ്പോൾ നമുക്ക് എത്രാമത്തെ ജനറേഷൻ? സെക്കൻഡ് ജനറേഷൻ കിട്ടും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ മെയിൽ ഗമേറ്റ് ഫീമെയിൽ ഗമേറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഈ 4 കൊണ്ട് ഫ്യൂസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു. അതായത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഇൻറ്റു ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. അങ്ങനെ വരും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ഇനി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ആർ വരുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി ഇതും കൂടി അപ്പൊ എങ്ങനെ വരും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ഇനി ഇതും കൂടി അങ്ങനെ വരുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പൊ അങ്ങനെ 4 കിട്ടി അല്ലെ. ഇനി അടുത്തത് ഈ ക്യാപിറ്റൽ ടി സ്മോൾ ആർ കൊണ്ട് ഈ 4 ചെയ്തെഴുതണം. അപ്പൊ എങ്ങനെയൊക്കെ വരും? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ മുന്നേ എഴുതണം, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി ഇതുകൊണ്ട് ഇതിനെ ക്യാപിറ്റൽ ടി അല്ലെ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റൽ ടി സ്മോൾ ടി പിന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അതിവിടെ എഴുതി. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ആർ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിനെ കൊണ്ട് ഈ 4 ചെയ്ത് നമ്മൾ ഈ കോളങ്ങളിൽ എഴുതുന്നു. അങ്ങനെ വരും. ഇവിടെ എന്ന് പറയുന്ന സ്മോൾ ടി സ്മോൾ ആർ ആണ്, അത് ആദ്യം എഴുതില്ല. നമ്മളിവിടെ എന്താണ് ആദ്യം ഉള്ളത്? ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ട്. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ അത് ഇവിടെ എഴുതി. ഇനി ഇതുകൊണ്ട് ഇതിനെ എങ്ങനെ വരും? അവിടെയും ക്യാപിറ്റൽ ടി മുന്നേ എഴുതണം, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതും തമ്മിൽ അപ്പൊ രണ്ടിടത്തും സ്മോൾ ടി ആണ്, സ്മോൾ ടി ക്യാപിറ്റൽ ആർ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതും കൂടി എങ്ങനെ വരും? രണ്ടിടത്തും സ്മോൾ ടി ആണ്. അപ്പൊ സ്മോൾ ടി പിന്നെ ഇവിടെ ഒരു ക്യാപിറ്റൽ ആർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി ഇതുകൊണ്ട് ഈ 4 അപ്പൊ എങ്ങനെ വരും? ഇവിടെ സ്മോൾ ടി ആണ് മുന്നേ, നമ്മൾ ഇവിടുത്തെ ക്യാപിറ്റൽ ടി ആദ്യം എഴുതണം. അപ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അത് എഴുതി ഇവിടെ. പിന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഇവിടെ എഴുതി. അടുത്തത് സ്മോൾ ടി ആണ് ഇല്ലേ. അപ്പൊ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇവിടെ എഴുതി. ഇനി ലാസ്റ്റ് സ്മോൾ ടി സ്മോൾ ആർ ഇൻറ്റു സ്മോൾ ടി സ്മോൾ ആർ എങ്ങനെ വരും? സ്മോൾ ടി സ്മോൾ ആർ. അപ്പൊ മൊത്തത്തില് 16 പ്ലാന്റ്സ് ആണ് കിട്ടിയത്. ടോട്ടൽ 16 പ്ലാന്റ്സ് കിട്ടി. അപ്പൊ ഇതിനകത്തില് നമ്മൾ റേഷ്യോ എഴുതുകയാണെങ്കിൽ, അതായത് ഈ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ടോൾ റൗണ്ട് ആണ്, ഇത് ടോൾ റൗണ്ട് ആണ്, ഇത് ടോൾ റൗണ്ട് ആണ്, ഇത് ടോൾ റൗണ്ട് ആണ്, ഇനി ഇതും ടോൾ റൗണ്ട് ആണ് ഇല്ലേ. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? ടോൾ റിങ്കിൾഡ് ആണ്. ഇത് ടോൾ റൗണ്ട് ആണ്, ഇത് ടോൾ റിങ്കിൾഡ് ആണ്, ഇത് ടോൾ റൗണ്ട് ആണ്, ഇത് ഡ്വാർഫ് റൗണ്ട് ആണ്, ഇത് ഡ്വാർഫ് റൗണ്ട് ആണ്, ഇത് ടോൾ റൗണ്ട് ആണ്, ഇത് ടോൾ റിങ്കിൾഡ് ആണ്, ഇതെന്ന് പറയുന്നത് ഡ്വാർഫ് റൗണ്ട് ആണ്, ഇത് ഡ്വാർഫ് റിങ്കിൾഡ് ആണ് ഇല്ലേ. അപ്പം 4 ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ടോൾ റൗണ്ട് പ്ലാന്റ്സ് കിട്ടി, ടോൾ റിങ്കിൾഡ്, ഡ്വാർഫ് റൗണ്ട്, അതുപോലെ തന്നെ ഡ്വാർഫ് റിങ്കിൾഡ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ടോൾ റൗണ്ട് പ്ലാന്റ്സ് എണ്ണി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം കിട്ടും? 9 ഉണ്ട്. അതായത് 1 2 3 4
5, 6, 7, 8, 9 ടോൾ റൗണ്ട് പ്ലാന്റ്സ്, അതായത് ഉയരം കൂടിയ ഉരുണ്ട വിത്തോട് കൂടിയ ചെടികൾ. പിന്നെ ടോൾ റിങ്കിൾഡ് എന്ന് പറയുന്നത് ഇതാണ്ട് ഒരെണ്ണം, 1, പിന്നെ 2, അതുപോലെ തന്നെ 3. അപ്പൊ 3 എണ്ണം ഉണ്ട്. ഇനി ഡ്വാർഫ് റൗണ്ട് ആണ്. ഡ്വാർഫ് റൗണ്ട് എന്ന് പറയുമ്പോൾ മുന്നേ വരുന്നത് സ്മോൾ ടി ആണ്. അപ്പൊ നോക്കിയേ, ഡ്വാർഫ് റൗണ്ട് 1, 2, പിന്നെ ഒരെണ്ണം, 3 ഡ്വാർഫ് റൗണ്ട് ഉണ്ട്. ഇനി ലാസ്റ്റ് 1 എന്ന് പറയുന്നത് ഡ്വാർഫ് റിങ്കിൾഡ് ആണ്. ഡ്വാർഫ് റിങ്കിൾഡ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് സെക്കൻഡ് ജനറേഷനിൽ കിട്ടിയ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 9:3:3:1. അതിനകത്തില് 9 എണ്ണം ഏതാണ്? ടോൾ പ്ലാന്റ്സ് വിത്ത് റൗണ്ട് സീഡ്സ് ആണ്. പിന്നെ 3 എണ്ണം എന്ന് പറയുന്നത് ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്സ്. പിന്നെ 3 എണ്ണം ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ്. അതുപോലെ തന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്സ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് പേരന്റൽ ടൈപ്പ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എത്ര എണ്ണം വന്നു? പേരന്റൽ ടൈപ്പ് എന്ന് പറയുന്നത് ടോൾ ആൻഡ് റൗണ്ട് സീഡഡും പിന്നെ ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡഡും. അപ്പൊ അത് എത്ര എണ്ണമാണ്? 9, 1, 10 എണ്ണം ഇല്ലേ? ഇനി ഈ 3, 3, 6 എണ്ണം എന്ന് പറയുന്നത് നോൺ പേരന്റൽ ടൈപ്പ് ആണ്. അതായത് പേരന്റ്സിനെ പോലെ അല്ലാത്ത പ്രോജനിയാണ് കിട്ടിയേക്കുന്നത്. അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? പേരന്റൽ പ്ലാന്റ് അല്ലാത്തത് ഏതൊക്കെയാണ് വന്നത്? ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്സ് ഇല്ലേ? ഉയരം കൂടിയ ചെടികൾ, ചുളുങ്ങിയ വിത്തോട് കൂടിയത്. അത് പേരന്റ്സിലില്ല. പിന്നെ അതുപോലെ തന്നെ 3 എണ്ണം വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ്. അപ്പൊ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സും ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്സും പേരന്റൽ ടൈപ്പ് അല്ല, അത് നോൺ പേരന്റൽ ടൈപ്പ് ആണ്. അതായത് മാതൃസസ്യങ്ങളെ പോലെ അല്ലാത്തത്. അത് 6 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ പേരന്റൽ ടൈപ്പ് എന്ന് പറയുന്നത് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡും അതുപോലെ തന്നെ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡും. അത് 10 എണ്ണവും കിട്ടി. അപ്പൊ ഇവിടെ പേരന്റൽ ടൈപ്പും ഉണ്ടാകുന്നുണ്ട്, നോൺ പേരന്റൽ ടൈപ്പും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇങ്ങനെ നോൺ പേരന്റൽ ടൈപ്പ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത പോസ്റ്റുലേറ്റ് ആണ്. അതായത് മെന്റലിന്റെ അടുത്ത നിഗമനം. മെന്റൽ അടുത്തതായിട്ട് പറഞ്ഞത് ഇങ്ങനെ 2 അതിലധികമോ ട്രേറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ 2 അതിലധികമോ ട്രേറ്റ്, ഇവിടെ ഇപ്പൊ 2 ട്രേറ്റ്സ് ആണ് അല്ലെ? അതായത് നമ്മളിപ്പം ക്യാരക്ടർ എടുത്തപ്പോൾ പ്ലാന്റിന്റെ ഹൈറ്റും സീഡിന്റെ ഷേപ്പും 2 വ്യത്യസ്ത സ്വഭാവങ്ങളാണ് എടുത്തത്. അപ്പൊ ഇങ്ങനെ ഈ വ്യത്യസ്ത സ്വഭാവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ട്രേറ്റുകളെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. അവ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? മിക്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൂടിക്കലരുന്നില്ല. ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ടോൾ റൗണ്ട് ഇല്ലേ? ടോൾ റൗണ്ട് എന്ന് പറയുമ്പോൾ 2 ട്രേറ്റ്സ് ആണ്. ഇനി ഇവിടെ എന്ന് പറയുന്നത് ഡ്വാർഫ് റിങ്കിൾഡ്, അതും 2 ട്രേറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ 2 ഡിഫറെന്റ് ട്രേറ്റ് കമ്പൈൻ ചെയ്യുമ്പോൾ അത് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും? ഓരോന്നിനെയും കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും എവിടേക്ക് പോകുന്നത്? അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ടോളിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടറിൽ ഒരെണ്ണം ഇവിടേക്ക് പോകുന്നു, ഗമേറ്റിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ റൗണ്ടിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടറിൽ ഒരെണ്ണം പോകുന്നു. അപ്പൊ ഈ ഒരിക്കലും ഈ 2 ട്രേറ്റും കൂടി എന്ത് ചെയ്യുന്നില്ല? മിക്സ് ആകുന്നില്ല. ആ 2 എണ്ണം ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടാണ് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ പ്ലാന്റിന്റെ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന അലീൽസും അതുപോലെ തന്നെ സീഡിന്റെ ഷേപ്പിനെ കൺട്രോൾ ചെയ്യുന്ന അലീൽസും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത്. അതായത് ഇപ്പൊ ഇവിടെ പ്ലാന്റിന്റെ ഹൈറ്റും പറഞ്ഞു, സീഡിന്റെ ഷേപ്പും പറഞ്ഞു. അപ്പൊ അതിനെ ഓരോന്നിനെയും നിയന്ത്രിക്കുന്ന അലീൽസ് മിക്സ് ആകാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? അടുത്ത ജനറേഷനിലേക്ക് പോകുന്നു. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകുന്നത് കൊണ്ടാണ് ഇവിടെ പേരന്റൽ ടൈപ്പ് അല്ലാത്ത പ്ലാന്റ്സ് ഒക്കെ വന്നത് ഇല്ലേ? അപ്പൊ പേരന്റ്സിനെ പോലെ അല്ലാത്ത 2 ടൈപ്പിലുള്ള സസ്യങ്ങൾ വന്നു. അപ്പൊ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഓരോ ട്രേറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നു. അതുകൊണ്ടാണെന്ന് ആര് കണ്ടുപിടിച്ചു? മെൻഡൽ കണ്ടുപിടിച്ചു. അപ്പൊ ഇത്രയുമാണ് ഏതിനെ കുറിച്ച് പറയാനുള്ളത്? ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്യാരക്ടേഴ്സ്, അതായത് ഒരു പ്ലാന്റിലെ 2 ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര ട്രേറ്റ്സ് വരും? 2 pairs ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്, അല്ലെങ്കിൽ 2 ജോഡി വിപരീത ഗുണങ്ങൾ, അല്ലെങ്കിൽ 4 വിപരീത ഗുണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്രോസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പൊ ഇവിടെ അദ്ദേഹം എടുത്തത് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സും അതുപോലെ തന്നെ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്സും. അപ്പൊ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയതെല്ലാം എങ്ങനെയായിരുന്നു? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ് ആണ്. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ T, സ്മോൾ t, ക്യാപിറ്റൽ R, സ്മോൾ r. പിന്നീട് അദ്ദേഹം അതിനെ എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണത്തിന് വിധേയമാക്കി. അപ്പൊ സെക്കൻഡ് ജനറേഷനിൽ അദ്ദേഹത്തിന് ടോട്ടൽ 16 പ്ലാന്റ്സ് ആണ് കിട്ടിയത്. റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 9:3:3:1. അപ്പൊ ഇവിടെ പേരന്റൽ ടൈപ്പ് അല്ലാത്ത പ്ലാന്റ്സും കിട്ടിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണ്?
അതായത് രണ്ടോ അതിലധികമോ ട്രേറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഓരോ ട്രേറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത്. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, മിക്സ് ആകുന്നില്ല, കൂടിക്കലരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നോൺ പേരന്റൽ ടൈപ്പ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.